നെക്സ്റ്റ് എന്താണ്? അടുത്ത നമ്മൾ പറയുന്നത് എസ്റ്റീം നീഡ്സ് ആണ്. എസ്റ്റീം നീഡ്സിനെ നമുക്ക് എങ്ങനെ അഡ്രസ് ചെയ്യാം? എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ദീസ് നീഡ്സ് ആർ റിലേറ്റഡ് ടു സെൽഫ് എസ്റ്റീം ആൻഡ് ദ ഡിസയർ ഫോർ റെസ്പെക്ട് ഫ്രം അതേഴ്സ്. അതായത് നമ്മളെ ഒരാൾ റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളൊരു നീഡാണത്. ഓക്കെ, അത് വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ആവണം, സേഫ്റ്റി നീഡ്സ് സാറ്റിസ്ഫൈ ആവണം, ലവ് ഓർ ബിലോങ്ങിങ് നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യണം. ഇത്രയും സാറ്റിസ്ഫൈ ചെയ്താൽ അടുത്തത് എന്താ നമുക്ക് വേണമെന്ന് തോന്നുന്നത്? നമ്മൾ എന്തിനു മോട്ടിവേറ്റഡ് ആണ്? ഈ എസ്റ്റീം നീഡ്സിന് മോട്ടിവേറ്റഡ് ആണ്. എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്കൊരു റെക്കഗ്നിഷൻ ഉണ്ടാവുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ദേ ഇൻക്ലൂഡ് ഫീലിംഗ്സ് ഓഫ് അച്ചീവ്മെന്റ്, കോമ്പീറ്റൻസ് ആൻഡ് റെക്കഗ്നിഷൻ. ഓക്കെ, അപ്പൊ ഈ എസ്റ്റീം നീഡ്സിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്താണ്? എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? അതായത് ഒരു എസ്റ്റീം, നമുക്കൊരു സ്റ്റുഡന്റിന് ഒരു റെക്കഗ്നിഷൻ എങ്ങനെ കൊടുക്കാം? ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. എങ്ങനെയാ അത്? Teacher can build students' self-esteem by offering praises, encouragement, and constructive feedback. Recognizing students' accomplishments, such as giving an award or a certificate, helps to boost their sense of achievement. അതായത് എങ്ങനെയാണ്? ഇപ്പൊ ഒരു കുട്ടി നല്ല കാര്യം ചെയ്താൽ നമ്മൾ മിണ്ടായിരിക്കുകയാണോ ചെയ്യുക? അല്ല, നമ്മൾ അത് എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. അതൊരു റെക്കഗ്നൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ വിളിച്ച് അവനെ പ്രേസ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അപ്പൊ ആ കുട്ടി എന്താ ഫീൽ ചെയ്യണത്? കുട്ടി ഒരു അച്ചീവ്മെന്റ് ഫീൽ ചെയ്യും, ഒരു റെക്കഗ്നിഷൻ ഫീൽ ചെയ്യും, അല്ലേ? ഇത് അവന്റെ എന്തിനെ സാറ്റിസ്ഫൈ ചെയ്യും? സെൽഫ് എസ്റ്റീം നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? ഓപ്പർച്യൂണിറ്റീസ് ഫോർ സക്സസ്, അതായത് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ടു എക്സ്പീരിയൻസ് സക്സസ് ത്രൂ ചാലഞ്ചിങ് ബട്ട് അറ്റൈനബിൾ ഗോൾസ്. ദിസ് ബിൽഡ് കോൺഫിഡൻസ് ഇൻ ദെയർ എബിലിറ്റീസ്. അപ്പൊ എന്താ പറഞ്ഞത്? നമുക്ക് എന്ത് ചെയ്യാം? കോമ്പറ്റീഷൻസ് വെക്കാം, അല്ലേ? കോമ്പറ്റീഷൻസ് വെക്കാം, പക്ഷെ അച്ചീവബിൾ ഗോൾസ് ആയിരിക്കണം. അതായത് ഒരിക്കലും കുട്ടി ചെയ്യില്ല എന്ന് കണ്ടുകൊണ്ടാണോ നമ്മൾ കോമ്പറ്റീഷൻ വെക്കേണ്ടത്? അല്ല, കുട്ടികൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന എന്നാൽ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അതിൽ അവർ സക്സീഡ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കഗ്നൈസ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ സക്സീഡ് ചെയ്യുന്നവർക്ക് എന്താണ്? അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാണ്. വെറും സക്സീഡ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, അവർ മുന്നേ ചെയ്തതിൽ നിന്ന് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന ആർക്കും എന്ത് ഫീൽ ചെയ്യും? അടുത്ത വട്ടം എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ ഈ വട്ടം ഇത്രയും ചെയ്തു എന്നൊരു ഫീലിംഗ് വരും, അല്ലേ? സോ that will help in building a confidence. Okay, അടുത്ത എന്താണ്? പ്രൊമോട്ടിംഗ് സെൽഫ് efficiency. എന്താണ്? allowing students to make choices in their learning helps them develop a sense of autonomy and responsibility. അതായത് അവര് തന്നെ ഇനഫ് ആണെന്ന് തോന്നുക. ഓക്കെ, ഒരു സെൽഫ് എഫിഷ്യൻസി വരിക. അതായത് അവർ തന്നെ ചൂസ് ചെയ്യുമ്പോൾ എന്താണ്? അവർക്കറിയാം അവരുടെ ചോയ്സസ് ആണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലേ? അപ്പം അവരാണ് അവിടെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. അത് കുട്ടികൾക്ക് എന്താവും? ഒരു നീഡ് സാറ്റിസ്ഫിക്കേഷൻ ആവും. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ ആവും. സോ allowing students to make choices in their learning helps them develop a sense of autonomy and responsibility. ഇതും ഏത് നീഡ് സാറ്റിസ്ഫൈ ചെയ്യും? എസ്റ്റീം നീഡ് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഏതാണ് സ്റ്റേജ്? നമ്മുടെ സെൽഫ് ആക്ച്വേഷൻ ആണ്. സെൽഫ് ആക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് മാസ്ലോസ് ഹയറാർക്കി, representing the fulfillment of one's potential, creativity and personal growth. അതായത് ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു ലെവല് കഴിഞ്ഞു പോകുന്നതാണ്. അതായത് നമ്മളിപ്പോ എന്തായി? ഹൈലി ക്രിയേറ്റീവ്, നമുക്ക് നമ്മളെ കുറിച്ച് അറിയാം, നമുക്കൊരു സെൽഫ് അവയർനെസ് വന്നു, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ കൂടി നമ്മൾ കുറച്ചുകൂടെ കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണ്? നമ്മളിൽ തന്നെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ എന്താണോ ഇന്നെന്താണ്, അങ്ങനെ വരുന്ന ആ ഒരു ആക്ച്വലൈസേഷൻ ആണ് ഏതിൽ വരുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ വരുന്നത്. ഓക്കെ, സോ അതിന്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെയാ വരിക? ഒന്ന്, എൻകറേജിങ് ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ്? സ്കൂൾ ഷുഡ് ഓഫർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി സച്ച് ആസ് ആർട്സ്, മ്യൂസിക് ആൻഡ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്. അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല, അല്ലേ? ആ കുട്ടിയുടെ ടാലൻസിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാണ്. അപ്പൊ ടാലൻസിനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ തന്നെ കുട്ടിക്ക് എന്തായി? ഞാൻ പഠിക്കുന്നത് ഓക്കെ, എന്റെ പഠിത്തം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ എന്ത് കൂടെയുണ്ട്? ഞാൻ പാട്ടിൽ നല്ലതാണ്, അല്ലെ ഞാൻ വരയ്ക്കാൻ നല്ലതാണ്, അല്ലെങ്കിൽ എനിക്കൊരു പ്രോബ്ലം തന്നാൽ ഞാൻ അത് ശരിക്കും സോൾവ് ചെയ്യാൻ എനിക്ക് കേപ്പബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു എന്താ പറയാ, ക്രിയേറ്റിവിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം? എൻകറേജ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? ഇൻഡിവിജ്വൽ ഗ്രോത്തിനെ നമുക്ക് എൻകറേജ് ചെയ്യാം. എങ്ങനെ? Teachers should foster a learning environment where students can explore their interest and passion, helping them pursue personal goals and self-improvement. അതായത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ് റൂം എൻവയോൺമെന്റ് അല്ലെങ്കിൽ ലേണിംഗ് എൻവയോൺമെന്റിൽ സ്റ്റുഡൻസിന്
അവരുടെ ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ ഉള്ള ഓപ്ഷൻസ് കൊടുക്കുക. ഓക്കെ, അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവർക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം, എന്താണ് അവരുടെ പാഷൻ, അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഗ്രോത്ത് ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, കുട്ടിയുടെ ഈ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ് സാറ്റിസ്ഫൈ ആവുന്നത്. പിന്നെ വേറെ എന്ത് നമുക്ക് ചെയ്യാം? ഒന്നാമത് നമ്മൾ ക്രിയേറ്റിവിറ്റി എൻകറേജ് ചെയ്തു, പിന്നെ ഇൻഡിവിജ്വൽ ഗ്രോത്തിനായിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്യാം, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഇന്നോവേഷനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അല്ലേ? എങ്ങനെയാണ്? പ്രൊവൈഡിങ് ചാലഞ്ചസ് ദാറ്റ് എൻകറേജ് സ്റ്റുഡൻസ് ടു തിങ്ക് ക്രിട്ടിക്കലി, സോൾവ് കോംപ്ലെക്സ് പ്രോബ്ലംസ് ആൻഡ് ഇന്നോവേറ്റ് ഹെൽപ്സ് ദം മൂവ് ഫോർവേഡ് ടുവേർഡ്സ് ദ സെൽഫ് ആക്ച്വലൈസേഷൻ ഗ്രോത്ത്. അതായത് നമ്മുടെ എന്താ പറയാ, പാഠ്യപദ്ധതിയിലുള്ളതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് എന്താണ് വേറൊരു ലെവലിലെ അച്ചീവ്മെന്റ് ആ ഫീൽ ചെയ്യുന്നത് അല്ലേ? ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നത് പോലെ. ഇത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമല്ലേ? അപ്പം ബാക്കിയുള്ളവരുമായിട്ടുള്ളൊരു കമ്പാരിസണിലല്ല വരുന്നത്, ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗിലാണ് അത് വരുന്നത്. പിന്നെ എന്താ വരുന്നത്, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്യൂക്കേഷൻ ഷുഡ് ഫോക്കസ് നോട്ട് just on academic success but also on emotional, social and moral growth, helping students to reach their full potential. അതായത് നമ്മൾ പറയുന്ന ഇവിടെ എന്താണ്, നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അക്കാഡമിക്സ് മാത്രമായിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, മോറൽ ഗ്രോത്ത്, ഇതെല്ലാം എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? എഡ്യൂക്കേഷന്റെ പാർട്ട് തന്നെയാണ്. സോ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? മാസ്ലോസ് തിയറി ഹാസ് ഇമ്പോർട്ടന്റ് ഇംപ്ലിക്കേഷൻ ഫോർ എഡ്യൂക്കേറ്റേഴ്സ്. എന്താണ്? Understanding that students must have their basic needs met before they can fully engage in higher level cognitive tasks means that schools must provide a supportive, safe and enriching environment. അപ്പോൾ ആദ്യത്തെ ഇംപ്ലിക്കേഷൻ എന്താണ് പറയുന്നത് മാസ്ലോയുടെ ലോ? അതായത് നമ്മുടെ ബേസിക് ലെവൽസ്, ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹയർ ലെവൽ കോഗ്നേറ്റീവ് ടാസ്കിലോട്ട് കുട്ടിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബേസിക് നീഡ്സ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ആവശ്യം, അത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് മാസ്ലോസ് തിയറി പ്രൂവ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്, എ വെൽ റൗണ്ടഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഷുഡ് അഡ്രസ് സ്റ്റുഡൻസ് ഫിസിക്കൽ നീഡ്സ്, ഫോസ്റ്റർ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആൻഡ് എൻകറേജ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ടു പ്രൊമോട്ട് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ പാർട്ട് ആവണം? ഫിസിക്കൽ നീഡ്സ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ദേ ഷുഡ് അഡ്രസ് ഫിസിക്കൽ നീഡ്സ്. പിന്നെ എന്ത് വേണം? പോസിറ്റീവ് റിലേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റണം. പിന്നെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റണം കുട്ടിക്ക്, ക്രിയേറ്റിവിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം കൂടെ ചേർന്നതാണ് എന്ത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, ഒരു കുട്ടിയുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് മാസ്ലോസ് എന്താണ് ഹയറാർക്കി ഓഫ് നീഡ്സ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതിന് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് വെച്ചിട്ട് എല്ലാ 5 നീഡ്സും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റും.